കഴിഞ്ഞ ടർഫിനെ സ്ട്രാറ്റജി അവരുടെ വണ്ടി കൂടെ ലോക്കിൻ ആയിട്ടുണ്ട്. കാര്യം പറയട്ടെ, ബ്ലൈൻഡ് ജോക്കർ ഫോളോ ഇൻസ്റ്റാഗ്രാം ബ്ലൈൻഡ് ജോക്കർ ഫോളോ ചെയ്യണേ. നൈപ്പിന്റെ വണ്ടി അവരുടെ എടാ എനിക്ക് 1000 കൂടെ ഫോളോ ചെയ്യുന്നവര് 900,000 ആവൂടാ. എന്നൊക്കെ ഫോളോ ചെയ്തിട്ട് എന്തോ കിട്ടാനാണ് എന്നെ കിക്കി ഫോളോ ചെയ്താൽ മതി. കിക്കിലും കൂടെ ബ്ലൈൻഡ് ജോക്കർ ഫോളോ ചെയ്യണം. എന്തൊക്കെയാണ് നമ്മളീ പറയുന്നത്? പ്ലാനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. മൊട്ട പപ്സ് ഒന്നും വേണ്ട, പോയാ എന്റെ മൊട്ട പപ്സും കൊണ്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങളെല്ലാം ആരും കഴിച്ചു നോക്കളെ കുത്തി ഇതിന്റെ മണ്ടൊക്കെ അതേപോലെ ഇവിടെ കവർ കൊടുക്കാൻ ആരുമില്ല. എന്തിന് അല്ല ഇവിടെ കവർ കൊടുക്കാൻ കണ്ണാപ്പി ഒന്നും മിണ്ടായിരിക്കാവോ ഒന്ന്? ആർക്ക് നഷ്ടം? പോ എവിടെയും ടഫ് വേണട്ടെ. വീസിലിരുന്ന് ദുബായ് പറിച്ച് ഓണായിട്ടുണ്ട്. മോബി അവിടെ ഓൾറെഡി ഇവര് ഓൾറെഡി കുത്തി പൊസ്റ്റ് എടുത്ത് നിൽക്കുവോ? കണ്ടോ, നമുക്ക് 3 പേരുണ്ടോ അതിന്റെ ബാക്കില്. ജുഗ്രു അവിടെ ചേർത്തിരുന്നുണ്ട്. അത് T47 ഗ്യാങ്ങുകളല്ല, അവർക്ക് വണ്ടി ഇല്ല ബ്രോ. അല്ലല്ലോ, അത് T47 അല്ലല്ലോ, അത് TVS ആണോ? അല്ലല്ലോ, T47 കഴിക്കാൻ പോയാണോടാ? അല്ല, വെള്ളം കുടിക്കാൻ പോയാ. മഴയൊക്കെ കാണിക്ക്. അടുക്കളയിൽ പോയതാ. ഇത് അപ്പായാലും നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ല കേട്ടാ. ഈ 2 ദിവസം ഞാൻ അപ്പാക്കട്ടാന്ന് പറയേ. ഇത് നിർത്തി. ഇത് ടർഫൊക്കെ ആയിട്ട് പാവം. എനിക്ക് ഇത്ര തുമ്പലാണെങ്കിൽ എന്റെ അച്ഛൻ ഇപ്പൊ ഉറക്കത്തിൽ നിന്നിട്ട് തുമ്പിക്കൊണ്ടിരിക്കുവായിരിക്കും. എന്റെ ഈ ബോട്ടിൽ എനിക്ക് മിസ് ചെയ്യണം. ഇത് എറണാകുളത്ത് ഇരിക്കുക. നല്ലൊരു സ്പ്രേ. പക്ഷെ കേട്ടില്ല. ബുള്ളറ്റ് അതൊരു പ്ലീസ് 2 10 ലിറ്റർ ചാരാസ്. നല്ല ഉണ്ണിമോണ ഒരു ബുഷിൽ കളിക്കുന്നുണ്ട്. ഇവിടുന്നുള്ള വണ്ടി ഈ ഒരു ഏരിയയിലോട്ട് മാറിയിട്ടുണ്ട്. സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. സോണ് സി ബിൽഡിങ്ങിന് ഒരു എഡ്ജിലും അതേപോലെ തന്നെ വേറെ ആംഗിൾസിലോട്ടാണ് വന്നിരിക്കുന്നത് തോന്നുന്നു. മണി ട്രിപ്പിലാന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് ഈ സോൺ ഷാബ് ഉള്ളത്. ആണോ? വ്യത്യാസം എന്താ പറയാ കണ്ണാപ്പി? അവൻ ലൈനപ്പിലുണ്ട്, നീ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുണച്ചോണ്ടിരിക്കുന്നു. മനസ്സിലായോ? അതാണ് വ്യത്യാസം നീ അവനും തമ്മിലുള്ള. മനസ്സിലാക്കല്ലേ അത്? ഇവർക്ക് മണ്ടയ്ക്ക് എടുക്കാൻ പറ്റില്ല. കേറി ഇറങ്ങാനും പറ്റുന്നില്ല. സ്നൈപ്പ് ഈ ഒരു എഡ്ജിലോട്ട് എത്തിയിട്ടുണ്ട്. TBS ജോണി സിൻസിന്റെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡൗൺ ആവാൻ തോന്നുന്നു. മോബി അതിന്റെ മേളിൽ കയറി സ്പ്രേ ചെയ്യുന്നുണ്ട്. മിസ്റ്റിക്ക് നല്ലൊരു ടാഗ്. ജുഗുവിന് അവിടെ പിക്ക് ഓഫ് എടുക്കാൻ സാധിക്കും. രണ്ടുപേര് ആരാ കില്ലെടുക്കും? ജുഗ്രു എടുക്കുമോ അതോ മസ്മോ എടുക്കുമോ? എന്റെ മോനെ പിക്ക് കിട്ടി. സ്നൈപ്പർ ഈ ഒരു ആംഗിളിൽ നിന്ന് ആ ഒരു വ്യക്തിയെ അയച്ചിട്ടിരിക്കുകയാണ്. അതായിരിക്കും ഞാനിപ്പോ തീരെതായിരിക്കും.
ഓ ബോബി വീണ്ടും കേറി മിസ്റ്റി ഡൗൺ. മിസ്റ്റിനെ ബോബി പിക്ക് എടുത്തിരിക്കുകയാണ്. 20 FPS ബ്രോ, ഡേഞ്ചറസ്. ഓക്കേ, ഇപ്പഴും 20 FPS ആണോ വിളിക്കുന്നത്? ഭയങ്കര ഷാജി പാപ്പൻ ഫ്ലാഷ് സുഗു ഇവിടെ ഈ ഒരു ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ അത് വീണ്ടും വലിയൊരു മണ്ടത്തരമാണെന്ന് തോന്നുന്നു. കാരണം ഒബ്വിയസ്ലി ഇവിടെ ഇപ്പൊ കേറി അവന് ഇപ്പൊ ഇത് കുറച്ച് നേരത്തെ ചെയ്യാറുന്നല്ലേ. അവർക്ക് ചിന്തിച്ചെടുക്കാൻ ഇത്രയും ടൈം ഡിലേ വന്നു. ഇല്ലെങ്കിൽ നേരത്തെ ആ പിക്ക് ഓഫ് എടുത്തിട്ട് നമുക്ക് കളി കുറച്ചും കൂടെ ടൈറ്റ് ആക്കായിരുന്നു. എന്തായാലും സോൺ മാറിയിട്ടുണ്ട്. ഔട്ടിലോട്ട് അവര് സോൺ ഔട്ട് ആയി പോയി. അവർക്ക് സോണിൻ കയറണം. സോണിൻ കേറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. നീലൻ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ നീലകണ്ഠൻ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ആ ഒരു സോൺ എഡ്ജി വന്നിട്ട് സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സെയിൻ ഷാജി പാപ്പന്റെ വണ്ടിക്ക് എന്തായാലും നല്ലൊരു സ്പ്രേ കിട്ടുന്നുണ്ട്. ഉണ്ണിമോൻ അടങ്ങുന്നില്ല ഇവിടുന്ന്. അത്ര പോയവൻ കഴിഞ്ഞ കളി ഈ കളി മൂവി. അത് അവരെ പ്ലാൻ ചെയ്ത അവര് മാത്രമല്ല, അവർക്ക് കളിക്കാൻ ആ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ബാക്കി പ്ലേയേഴ്സ് ഉണ്ട്. നിങ്ങൾ അവരെ മാത്രം ഇത് പറയല്ലോ. മറ്റേ അവർ അത്രയും ബാക്കപ്പാണ് എല്ലാ ആംഗിളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? തിരിച്ച് ആ ചാടി കയറുന്ന ജുഗ്രുവിനെ അടിക്കത്തില്ല, അല്ലെ മോബി അടിക്കത്തില്ല എന്നുള്ള കോൺഫിഡൻസ് അവർക്കുള്ള ADS ആണ്. അത് ബാക്കി പ്ലേയേഴ്സ് അതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മനസ്സിലായ? അതിലൊരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. കണ്ണാപ്പിക്കുണ്ണൊന്നും ഈ ഇതിനകത്തില്ല. അങ്ങനെ ഒരു ബിൽഡിംഗ് ഒന്നും ഇതിനകത്തില്ല. കണ്ണാപ്പി ബിൽഡിംഗ് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ബിൽഡിംഗ് ഈ ടാക്സിന്റെ പറഞ്ഞേ പറഞ്ഞേക്കുന്നു. റെസ്റ്റ് എടുക്കാൻ പറ പോയി. വെറുതെ പറഞ്ഞാടാ, പോയി പറയല്ലേ. അറിയാതെ ബാക്കി ഗ്യാങ്ങുകൾ വരെ പറയുന്ന 2 ബിൽഡിംഗ് ഞാൻ കേട്ടുള്ളൂ. ചന്ദ്രൻ ബിൽഡിംഗ്, റിബൽ ബിൽഡിംഗ്, കണ്ണാപ്പി ബിൽഡിംഗ്. അതുണ്ട്, നമ്മൾ പറയുമ്പോ ഉള്ളതുണ്ടായിരുന്നു. അത് ബാക്കി ഗ്യാങ്സുകൾ അത് പറയാറില്ല. മനസ്സിലായോ? ബാക്കി എല്ലാ ഗ്യാങ്ങുകളും നമ്മളില്ലാത്ത സെർവറിൽ പോലും അത് ചന്ദ്രൻ ബിൽഡിങ്ങും റിബൽ ബിൽഡിങ്ങും ആണ്. നീ പറയുന്നുണ്ട്, നീ മാത്രം പറയുന്നുണ്ട്, വേറെ ആരും പറയത്തില്ല. പണ്ടിപ്പോ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാണ്ട് ഇതിനെ MRC ടിവിനെ പ്ലഗ് ചെയ്യുന്നോ? എടാ അതെന്ത് മറ്റേ ഇനിഷ്യൽ സിറ്റുവേഷൻ കഴിഞ്ഞ് നീ കോമയിലായ? അത് കഴിഞ്ഞ് വാറൊക്കെ ഉണ്ടായിരുന്നു. വാറുണ്ടായിരുന്നു, പ്രീ വാർ ഉണ്ടായിരുന്നു. ഒന്ന് ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ഉണ്ടാവും, കേറി നോക്കാം. കേറി കാണണേ, അതൊന്ന് കേറി കാണണേ. ഇവൻ ഇനിഷ്യൽ ഇവനെന്തോ ഇനിഷ്യൽ സിറ്റുവേഷൻ അന്നത്തെ കഴിഞ്ഞിട്ട് ഇവനെന്തോ ആക്സിഡന്റിൽ കോമയായതാ. ഇപ്പഴും എണ്ണീറ്റ് ഫോൺ കിട്ടുന്ന പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങിയ പഠിക്കാൻ ഫോൺ പിന്നെ തിരിച്ചു കൊടുത്തത്. ആരോ പറഞ്ഞു പറ്റിച്ചതാണോ അവന്? അവർ അബാൻഡൻ ചെയ്തു, ഉപേക്ഷിച്ചു. ട്രാക്ക് സോണില്ല. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവരുടെ 4 പ്ലേയേഴ്സിന് മാത്രമേ നമ്മൾ കാണുന്നത്. ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒക്കെ എന്ത് TVSന്റെ? എടാ ഈ മാസം ഞാൻ റെഗുലർ ആണ്. ഈ മാസം റെഗുലർ സ്ട്രീംസ് ആണ്. ഈ മാസം ഞാൻ കുറച്ച് റെഗുലർ ആണ്. ഞാൻ നന്നായിട്ടാ, ഞാൻ കുറച്ച് റെഗുലർ ആയിരിക്കും ഈ മാസം. അപ്പോഴൊരാള് മിസ് ചെയ്തല്ലേ? അല്ല ജോക്കി, കഴിഞ്ഞ മാസം എല്ലാരും കിക്കിലൊക്കെ വന്ന എല്ലാരും ഒന്ന് സെറ്റിൽ ആവാനുള്ള സമയം വേണമായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ മാസം 8-9 സ്ട്രീം ഒന്നും ഇട്ടിട്ടുള്ളൂ. 8 സ്ട്രീം ഒന്നും ഇട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ മാസവും ഞാൻ 14-15 സ്ട്രീം ഇടുന്നതാ. ആ ഒരു റേഞ്ച് സ്ട്രീംസ് ഇടും കൈസ് ഞാൻ. കാരണം കൈസ് എല്ലാരും ഇപ്പൊ കിക്കിലൊക്കെ സ്ട്രീം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാ. പക്ഷെ ഒരു 30 ദിവസത്തിൽ ഒരു 15-16 ദിവസം ഞാൻ വരും. ഉറപ്പായിട്ട് ഞാൻ വരും. ഈ മാസം ഉറപ്പായിട്ട് ഞാൻ വരും. സ്നൈപ്പ് ഇതിലോട്ട് കേറിക്കോളാൻ ഫ്യൂവൽ എന്തെങ്കിലും ഞാൻ കൊണ്ടുവിടാന്ന്. ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലല്ലേ? ഞാൻ ലൈവ് വരുമെന്ന് പറഞ്ഞ അതിൽ മാത്രമേ ഉള്ളൂ ജോക്കി എന്റെ ഓഡിയൻസിന് എന്നോട് എതിർപ്പ്. അതിലിനി ആര് പറഞ്ഞാലും അവർ ഇംപ്രസ് ആവൂല. കയ്യെ നോക്കിയിരിക്കുന്നു. ഇന്ന് TJ പ്ലഗ് ചെയ്യാൻ തോന്നുന്നു MRCനെ.
TG versus MRC വാറായോ? ഇൻഫോ കിട്ടിയത് ആ ടിജിന്റെ MRC ഒരാളെ ഓർമ്മിപ്പിക്കല്ലേ ഒരു വൈറ്റ് ബിൽഡിംഗ് കയറി കഴിഞ്ഞാൽ ഇപ്പൊ ടാക്സിലുള്ളവർക്ക് നല്ലൊരു പണിയാണത്. കവർ ചെയ്യാൻ ആരുമില്ല. ആരും തന്നെ ഒരു വെളുക്ക തൊട്ട് 12 തൊട്ട് 6 മണി വരെ ഉണ്ടോ? ഓ നീ ഇപ്പഴും കൂടല്ലോ അല്ലേടാ? ആ പിന്നല്ലാതെ ഓ ഞാൻ വിചാരിച്ചു നീ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? ടർഫ് തുടങ്ങി. അണ്ണാ എറണാകുളത്ത് എത്തിയില്ലേ? അണ്ണാ എറണാകുളത്ത് പോകുന്നത് നാളെ കൂടെ നീ പോയില്ലേ? എറണാകുളത്ത് പോയിട്ട് ഇപ്പൊ എന്തോ മറ്റേ സ്റ്റാറ്റ്സ് പൊങ്ങിയിരിക്കുക. വീഡിയോ എടുക്കാനുണ്ട്. വീഡിയോ മറ്റേ ദേവൂട്ടനെ ഞാൻ ചോദിച്ചെന്തായിരുന്നു അറിയോ? ഗോഡിനെ ഹോസ്റ്റേജ് ആക്കി. ആ ഓക്കെ 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 ഓക്കെ. അത് അപ്പൊ വാറും പ്രയോറും നടന്നില്ലേ? അതറിഞ്ഞൂടാ. ഓക്കെ, ടീമേഴ്സിന്റെ വണ്ടി ഇവിടെ വന്ന് കുത്തിയിട്ടുണ്ട്. മറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അവരുടെ പ്ലേയേഴ്സ്. ഓക്കെ, അല്ലു അർജുൻ, മൂവി അടുത്ത വിക്ക്, അർജുൻ പോയി. അല്ലു അർജുൻ, ചെറുതേട്ടാ ശൂശു പോയെന്നു ഈ അടുത്ത വിക്ക്, ജുഗുറു അടുത്ത വിക്ക്. എടാ ഒന്ന് മിണ്ടല്ല കണ്ണാ, പിക്ക് പാറി ഒന്നും ഇറങ്ങി. ആരിബോബോ മോബി ഓടി കയറുന്നുണ്ട്. ആരിബോബോ എടുക്കുന്നുണ്ട്. സ്നൈപ്പ് അടുത്ത വിക്ക്. ഉണ്ണിമോൻ ഓടി വരുന്നുണ്ട്. ഹാരിബോബൻ, ഉണ്ണിമോൻ, ഹാരിബോബൻ ഡസ്റ്റർ അടുത്ത വിക്ക്. നീല് വീണ്, ഓ സ്റ്റീവൻ സ്റ്റീവ് വീണ്, സ്നൈപ്പ് വീണ്, തറ വീണു. ബട്ട് തറ വീണ് ചത്തു. വിണിയത്ത് തീർന്നില്ലേ? കഴിഞ്ഞു. നമ്മുടെ ജയിച്ചില്ലടാ. ജി ജി ചേച്ചി. അപ്പോൾ ടർഫ്, ഓ ഇല്ല, Let's go. അങ്ങനെ 2 ടർഫും നമ്മൾ വീണ്ടും ഓക്കെ. അപ്പോൾ അടിച്ചെടുത്തിരിക്കുന്നു. ഇനി FRP എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെയാണ്. ടീമേഴ്സ് എല്ലാം അവിടെ അല്ലടാ. ഓക്കെ, വേറെ ആരെല്ലാം മോബി കളി കളിച്ചു കേട്ടോ. ഇന്നത്തെ മോബി കളിച്ച് 20 FPS നോക്കിയെന്ന്. അതെ അതെ അതെ. ഓക്കെ, വാറ് തീർന്നിരിക്കുകയാണ്. നമ്മൾ കിൽ ലിസ്റ്റ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ എത്രയൊക്കെ പിക്ക് എടുത്ത FRP ഫെയിൽ റോൾ പ്ലേ എന്നാണ് ബ്രോ അതിന്റെ ഫുൾ ഫോം. അതായത് എന്തെങ്കിലും റൂൾസിന് അഗൈൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഇനി. സ്റ്റീവ്, ഓക്കെ, ജുഗുറു ജോണിസൺസിനെ പിക്ക് ചെയ്തു. അതേപോലെ തന്നെ സ്നൈപ്പ് ടീം സ്റ്റിങ്ങിനെ പിക്ക് ചെയ്തു. മോബി മിസ്റ്റേനെ പിക്ക് ചെയ്തു. മോബി ഫ്ലാഷ് ഹൂനെ പിക്ക് ചെയ്തു. മോബി ഡേവ് സ്റ്റീലിനെ പിക്ക് ചെയ്തു. സ്റ്റീവ് ഷാജിനെ പിക്ക് ചെയ്തു. അതേപോലെ ജുഗുറു അല്ലു അർജുനെ പിക്ക് ചെയ്തു. സ്നൈപ്പ് ഡ്യൂക്കിനെ പിക്ക് ചെയ്തു. ഡെസ്റ്റോ ഉണ്ണിമോനെ പിക്ക് ചെയ്തു. TDS ആബി ഒബോറോ നീലിനെ പിക്ക് ചെയ്തു. അതേപോലെ തണ്ടർ റോയ് ജുഗുറിനെ പിക്ക് ചെയ്തു. ഡെസ്റ്റോ തണ്ടർ റോയിനെ പിക്ക് ചെയ്തു. ഹാരി സ്റ്റീവ് അസ്രേലിനെ പിക്ക് ചെയ്തു. TBS സെയിൻ സ്നൈപ്പിനെ പിക്ക് ചെയ്തു. അതേപോലെ തന്നെ നീലൻ ഹാരി ഒബോറിനെ പിക്ക് ചെയ്തു. വില്ലു സെയിനെ പിക്ക് ചെയ്തു. ഇതാണ് കറന്റ് കിൽ ഫീൽഡ്.